ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനാണ് 1518 പൊന്നാനിയിലെ മസ്ജിദ് സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ അധിനിവേശ വിരുദ്ധ കാവ്യമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തഹ്രീർ എന്ന ഗ്രന്ഥം രചിച്ചത് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനാണ്. പൊന്നാനി മസ്ജിദിൽ മഖ്ദൂം സ്ഥാപിച്ച ഈ വിളക്കിനു ചുറ്റുമിരുന്നാണ് ഇസ്ലാമിക പഠനം നടന്നിരുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർ അറിവ് തേടി പൊന്നാനിയിലെ വിളക്കത്തിരിക്കാനെത്തിയിരുന്നു. മലബാറിൻ്റെ മക്ക എന്ന് പറയാനുള്ള കാരണം യഥാർത്ഥത്തിൽ ഈ ഒരു പണ്ഡിതന്മാരെ വാർത്തെവിടുന്ന ഒരു സ്ഥലം, അതിൻ്റെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ഈ പൊന്നാനിയിലെ വലിയ പള്ളിയായിരുന്നു. മലബാറിൻ്റെയും പുറത്തുള്ള തെക്കു കിഴക്കൻ ഏഷ്യയിലൊക്കെയുള്ള ആളുകൾ ഇവിടെ പഠിക്കാൻ വരിക. അങ്ങനെ ഇത് യഥാർത്ഥത്തിൽ ഒരു കേന്ദ്രം, മക്ക എന്ന് പറയുന്ന പോലെ ഇവിടുത്തെ ഒരു കേന്ദ്രമായിട്ട് അത് മാറുകയാണ്. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനാണ് കേരളത്തിൻ്റെ ആധികാരിക ചരിത്ര രേഖ കൂടിയായ തുഹ്ഫത്തുൽ മുജാഹിദീൻ രചിച്ചത്. സാമൂതിരി രാജാവിനൊപ്പം നിന്ന് പോർച്ചുഗീസുകാരെ നേരിടാൻ ആഹ്വാനം ചെയ്യുകയായിരുന്നു മഖ്ദൂം. ഇസ്ലാമിക വൈജ്ഞാനിക രംഗത്ത് ലോകപ്രസിദ്ധനായ വ്യക്തിത്വം കൂടിയാണ് മഖ്ദൂം രണ്ടാമൻ. പൊന്നാനിയിലെ ചരിത്ര സ്മാരകങ്ങൾ സന്ദർശിക്കാൻ വിവിധ നാടുകളിൽ നിന്ന് ഇപ്പോഴും നിരവധി പേരാണെത്തുന്നത്. വിബി തടത്തിലിനൊപ്പം BK സുഹൈൽ, മീഡിയ 1, മലപ്പുറം.